റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അപരിചിതമായ ഒരു അവസ്ഥയിലാണ് തുടങ്ങിയത്. ഇസ്ലാമിന്റെ ആവിർഭാവ ഘട്ടത്തിൽ ഇതൊരു പുതിയ മതം, എന്താണ് ഇവൻ പറയുന്നത് എന്ന അവസ്ഥയിൽ അപരിചിതമായ ഒരു അവസ്ഥയിലായിരുന്നു ഇസ്ലാം ഉണ്ടായിരുന്നത്. വസയഊദു ഗരീബൻ കമാ ബദ, അങ്ങനെ അപരിചിതമായ അവസ്ഥയിലേക്ക് ഈ ഇസ്ലാം മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫതൂബാ ലിൽ ഗുറബാ, അന്ന് അപരിചിതമായ അവസ്ഥയിലും ഈ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന അപരിചിതരുണ്ടല്ലോ, അവർക്ക് മംഗളം, അവർക്ക് സ്വർഗീയ താഴ്വാരങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, ആരാണ് ഖുറബാക്കൾ എന്ന് സ്വഹാബത്ത് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. തകല്ലുഫിയായി, അനാവശ്യമായി ജനങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു നിന്ന് എവിടെയെങ്കിലും മുറിക്കകത്ത് വാതിലടച്ചുകൂടി ഗുർബത്ത് തകല്ലുഫായി ഉണ്ടാക്കുന്നവരാണോ ഖുറബാക്കൾ? അങ്ങനെയുള്ളവരല്ല. അതുപോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർ, അവരാണോ ഖുറബാക്കൾ? അവരല്ല, മറിച്ച് സുന്നത്തിനോട് ഒട്ടി നിൽക്കുകയും അള്ളാഹുവിന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അറിയാത്ത ജനങ്ങൾ, അവർക്ക് ഗുർബത്ത് തോന്നുകയും ചെയ്യുക എന്നതാണ്. അല്ലാതെ തകല്ലുഫായിട്ട് ഗുർബത്ത് ഉണ്ടാക്കുകയല്ല വേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖീല യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലേ, മനിൽ ഖുറബാ, ആരാണ് അപരിചിതർ? ഖാൽ അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ കുഴപ്പത്തിലായാൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവർ, നന്മ സ്ഥാപിക്കുന്നവരാകുന്നു ഖുറബാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണവർ? ഹുമല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു മിൻ സുന്നതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽ ഫസാദ് ഉണ്ടായി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ, മാർഗത്തിൽ നിന്ന് ആരെങ്കിലും ഭ്രംശം സംഭവിച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെ നന്നാക്കി സുന്നത്തിലേക്ക് വഴി നടത്തുന്നവർ, അവരാകുന്നു ഖുറബാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിൽ തന്നെ അടിയുറച്ച് സഞ്ചരിക്കുകയും മരണം വരെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഗുർബത്തിന്റെ അടയാളം, അപരിചിതത്വത്തിന്റെ അടയാളം. അപ്പൊ ചിലപ്പോ ആളുകൾക്കിടയിൽ സ്വാഭാവികമായി നമ്മൾക്ക് അപരിചിതത്വം ഉണ്ടാകും. എന്തുകൊണ്ട്? അന്ന് സുന്നത്തിനെ അംഗീകരിക്കുന്നവർ കുറവും എതിർക്കുന്ന ആളുകൾ കൂടുതലുമായിരിക്കും. സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ തൂലവും തുച്ഛമായിരിക്കും. അതിനെ എതിർക്കുകയും അതിനെ അരികവൽക്കരിക്കുകയും ചെയ്യുന്നവർ വളരെയധികം ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അവിടെ എല്ലാ അപരിചിതത്വവും മാറ്റിവെച്ച്, എല്ലാ ആക്ഷേപങ്ങളെയും മാറ്റിവെച്ച് ഹിദായത്തിന്റെ വെളിച്ചത്തിൽ, നന്മയുടെ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് എല്ലാ സുന്നത്തുകളെയും ജീവിതത്തിൽ പരിപാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവർ, അവരാകുന്നു ഖുറബാക്കൾ, അപരിചിതർ, അവർക്കാകുന്നു മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി.